ഡിക്റ്റിറ്റ് ന്യൂസ് കേരള എന്നാണ് ചാനലിൻ്റെ പേര്. അവിടെ വന്നപ്പം മോന് എൻ്റെ വീടൊക്കെ കണ്ടു. അപ്പോൾ കയറി വരുമ്പോൾ ഇട സൈഡിലുള്ള വീടല്ലേ? ആദ്യ വീട്. എത്ര വയസ്സുണ്ട് ഇപ്പം? 41 വയസ്സ്. 41 വയസ്സല്ലേ? കണ്ടാത്ത അത്രയും തോന്നിയല്ലോ. എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം? 23 വയസ്സ്. അതെയോ? വിളിച്ചോണ്ട് വരും. അമ്മേനെ എന്നാ മോൻ? 2018 കാണാതെ പോയത്. 2018 ജൂൺ 4-ാം തീയതി. ജൂൺ 4-ാം തീയതി. എൻ്റെ 100 എന്തായാലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മേടിച്ചിട്ട് പോയത്. അതെയോ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വിവരമില്ല. എപ്പോൾ 7 മേളിലായി. എപ്പോഴാണ് പോകുന്നത് അമ്മ? അമ്മ രാവിലെ 11 മണി. എനിക്ക് ഭക്ഷണം വന്നിച്ചാൽ പോകും. ചോറ് വന്നിച്ചാൽ പോകും. 11 മണിക്ക് പോകും. പിന്നെ വൈകുന്നേരം 5:30-6 മണി നമുക്ക് സേനാൻ വരും. അന്ന് ഈ അമ്മേനെ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നോ? അമ്മ അങ്ങോട്ട് വിളിച്ചത്. നമ്മളെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാർഡ് മെമ്പറെയൊക്കെ വിളിച്ചായിരുന്നു. പൈസ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ മഞ്ഞിലായിരുന്നു. താമസം വിളിച്ചോണ്ടിരിക്കും. പെൻഷൻ തന്നെ താമസം. അപ്പോൾ പൈസ ഇല്ലെന്നൊക്കെ അങ്ങനെ വിളിക്കാൻ കേട്ടത്. പ്രത്യേകം ഏതിൻ്റെ അടുത്തുമ്പോൾ ഞാൻ കേട്ടായിരുന്നു. അതായത് വേറെ ആരും വിളിക്കാൻ ഞാൻ കേട്ടില്ല. അമ്മ വേറെ ആരെങ്കിലും ആയിട്ട് കൂട്ടുണ്ടായിരുന്നു അമ്മ? അമ്മ സ്ത്രീകളായിട്ടുള്ള കൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അവിടെ കഴിവുമ്പോഴുള്ള ഒരു മേരി, പിന്നെ ഏലിയ, പിന്നെ ഇവിടെ മോനിപ്പിള്ള ചേച്ചി, അവരുടെ പേര് മേരി ചേച്ചി അല്ലേ? അവിടെ ആ സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് മുറുക്കം കടയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചേച്ചി അല്ലേ? അതല്ല, അത് ജലജ. അത് വേറെ. പിന്നെ ആരാ? പിന്നെ ഈ മോനിപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ട്. പിന്നെ പെരുപേരെന്ന് പറഞ്ഞ ചേട്ടൻ്റെ കാര്യം പറയാറുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ല, എനിക്ക് മറന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അമ്മ ഉടുപ്പ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിന് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അത് നിരവധി ആയതുകൊണ്ട് അതിന് അങ്ങോട്ട് കൊടുക്കും. എന്തോ പുള്ളിക്കാരൻ ദരിദ്രാവസ്ഥയിലാണ് അതിന് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഈ ഒരു ചെറുക്കൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട്. ഈ അമ്മ പൈസ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈകിപ്പോൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് അമ്മ നിർത്തിക്കൊണ്ട് നിൽക്കുക. ചാനലിൽ നിർത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നേ. അതാരാണ്? എറണാകുളത്തുള്ള ഒരാളെന്ന് പറഞ്ഞു. എറണാകുളത്ത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഓർത്തു അതാണെങ്കിൽ അതാണെന്ന്. അല്ല, അവൻ്റെ പേര് അമ്മയ്ക്ക് അറിയത്തില്ല. ആളെ സന്ദീപിൻ്റെ കടയിലാണ് നിൽക്കുന്ന ആളാണെന്ന് നടത്താം പറയാറ്. സന്ദീപിൻ്റെ ബാർബർ ഷോപ്പ് സ്റ്റാൻഡിനകത്തുണ്ട്. സന്ദീപ് എന്ന് പറഞ്ഞാൽ നടത്താം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. 7 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ചേർത്തലയുള്ള ആരെങ്കിലുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? ഇല്ല, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഇല്ല, അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടുണ്ടോ? സെബാസ്റ്റ്യൻ ഞങ്ങളുടെ നാട്ടിലൊരു സെബാസ്റ്റ്യൻ ഉണ്ട്. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഫോൺ അങ്ങനെ അമ്മേനെ വിളിക്കാറുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഉണ്ടെങ്കിലും എന്നോട് പറയാമല്ലോ. അങ്ങനെ കല്യാണ കേസൊക്കെ അമ്മ ഡയറിയിൽ എഴുതിച്ച് ഡയറി ഉണ്ട്, 2 ഡയറി ഉണ്ടായിരുന്നു. അതിൽ എഴുതി വയ്ക്കുക. എപ്പോഴും അതിൽ നോക്കി തന്നെത്താൻ വിളിക്കുമായിരുന്നു. ആ ഡയറി ഇപ്പോൾ എവിടെയാ? അത് പോയപ്പോൾ അതെല്ലാം പോയപ്പോൾ എങ്ങനെ പോയി? നമ്മുടെ കയ്യിലായിരുന്നത്. അമ്മയുടെ ഡയറിയും ഫോണും ഉൾപ്പെടെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു. അമ്മയുടെ കയ്യിൽ ഡയറി ആയിട്ടായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ഡയറി ഉണ്ടായിരുന്നു, ഫോണ്, പിന്നെ എൻ്റെ കുറച്ച് രേഖകളൊക്കെ നടന്നു. ഈ എവിടെയെങ്കിലും അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ധനസഹായമൊക്കെ കിട്ടും. അങ്ങനെ അപേക്ഷ വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലായിരുന്നു. എല്ലാ ഇതിലാകും കുറേയൊക്കെ അങ്ങനെ പോയി. അതെയോ? ഞാൻ കുണിഞ്ഞിക്കാരനാണ്. കുണിഞ്ഞിക്കാരനാണോ? ചേനാപ്പറമ്പിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ചേനാപ്പറമ്പിലൊക്കെ വന്നിട്ടില്ല നേരത്തെ? ചേനാപ്പറമ്പിൽ അവിടെ പോളീഷന് പഠിക്കുന്നുണ്ട്. പോളീഷനാ? അത് നമ്മുടെ കെട്ടിടത്തിൽ, തങ്കപ്പഞ്ചാന്റെ കെട്ടിടത്തിലല്ലേ വന്നിട്ടുള്ളേ? അത് തന്നെ, സജിയുടെ ആ കെട്ടിടം നമ്മുടെയാ. ഒരു റബ്ബർ കടയൊക്കെ നടത്തിക്കൊണ്ട് ചേർന്ന് ഓർക്കുന്നുണ്ടോ? അശോകനൊക്കെ ചോദിച്ചത് അറിയുമെന്ന് ഞാൻ ചോദിച്ചത്. കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു വലിയ മണ്ണ് മറന്ന് നമ്മൾ പെട്ടെന്ന് മറക്കല്ലോ. ഇനി ബ്ലോക്കൊന്നും കൊണ്ട് കുറേ ഒത്തിരി ഓർമ്മയില്ല എന്നാലും. അതെ അല്ലേ? ശരി, പിടിയിരുന്നു. അപ്പം ഞാൻ മുണ്ടാടെയൊക്കെ അറിയോ? മുണ്ടാടൊക്കെ അറിയാം. മറ്റേ പന്തക്കിക്കാരെയൊക്കെ അറിയോ? പന്തക്കിലെ ന്യൂജിനെയൊക്കെ അറിയോ? കണ്ടാ അറിയാം, പക്ഷേ എനിക്ക് പേര് കേട്ടാ. മാങ്ങുന്നേലെ വീടൊക്കെ അറിയോ? മാങ്ങുന്നേലെ വീടൊക്കെ അറിയോ? ഇല്ല. മറ്റേ വാണിപ്പള്ളിയിൽ വീട് അറിയോ? ഇല്ലില്ല. ആൾക്കാർ കണ്ടാൽ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ. പക്ഷേ ഉറുമീസ് എന്ന് പറഞ്ഞ ആളെ സിജുവിനെ അറിയോ? ഉറുമീസിനെ അറിയും. മറ്റേ കഴിയുമ്പോൾ അറിയോ? ആ ഷാപ്പിൻ്റെ ഓപ്പോസിറ്റ്. അത് തന്നെ. മറ്റേ കൃഷ്ണചേട്ടനെ അറിയോ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഷാപ്പിൽ ജോലി. അത് പുള്ളി അറിയും. കൃഷ്ണചേട്ടൻ നമ്മുടെ അവിടെയാണ്, ആ കടയിലാണ് വന്ന് ഷാപ്പിലെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ചേനാപ്പറമ്പിൽ ഷാപ്പാണ് കൃഷ്ണചേട്ടൻ പിടിച്ചോണ്ടിരുന്നത്. കൃഷ്ണചേട്ടൻ്റെ മോളും എൻ്റെ പെങ്ങളും ഒന്നിച്ച് പഠിച്ചതാണ്. അതല്ലേ? നേഴ്സിങ്. ഏത് വർഷമായിരുന്നു കല്യാണം? 2008. 2008. അപ്പോൾ അവിടെ വന്നപ്പോൾ ആരും കല്യാണം കഴിച്ചില്ല എന്നുള്ള അറിവാണ്. ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് പള്ളി വെച്ചിട്ട് ഉപ്പ് കണ്ടിട്ട് ചവിട്ടി പെണ്ണുങ്ങളിൽ.
കുട്ടിയുണ്ടല്ലേ? ഒരു കൊച്ചുണ്ട്. പുള്ളിക്കാരുടെ കൂടെ. അതെയോ? അപ്പോൾ ഈ വീണ സമയത്തൊന്നും കൂടെ ഇല്ലായിരുന്നോ? ഇല്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ നോക്കിയെന്നൊക്കെ പറഞ്ഞു. അതാ ചോദിച്ചത്. അമ്മയെ നോക്കിയ പുള്ളിക്കാരി ഞാൻ കുടി വെച്ച് വീട്ടിലെത്തി വഴക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാറിപ്പോയായിരുന്നു. വീട്ടിൽ നിന്ന് മാറിപ്പോയായിരുന്നു. അന്നേരം ഇച്ചോടെ കുടി കൂട്ടി. അന്നേരം പറഞ്ഞാൽ അവൾ പോയതിൻ്റെ വിഷമത്തിൽ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അഡിക്റ്റായി പോയായിരുന്നു. മദ്യം കുടിച്ച് മണത്തോണ്ട് നടന്നു പോയാൽ വീട്ടിലേക്ക് ഇറക്കി വരുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. എത്ര നാൾ കുടിച്ചു? ഒരു നല്ലപോലെ കുടിച്ചു. ഒരു 5-6 വർഷം കുടിച്ചു. ആ ഒരു 1 ലിറ്ററിന് മുകളിലൊക്കെ പോയി ആ രീതിയിലൊക്കെ കുടിക്കാറ്. അപ്പോൾ ആ സമയത്ത് വീണ സമയത്തൊന്നും ഭാര്യ ഇല്ലായിരുന്ന കൂടെ? ഇല്ല. ഇല്ല. ആ സമയത്ത് വീട്ടിൽ നിന്ന് മാറിയായിരുന്നു അവർ? അതിന് മുമ്പേ തന്നെ മാറിയായിരുന്നു. മുമ്പേ മാറിയായിരുന്നു. അതിന് വീണതിന് ഒരു 3 കൊല്ലം മുമ്പേ പോയായിരുന്നു. അതാണ് ഈ കുടി ഒന്നുകൂടെ കൂടാൻ കാരണം. അത് തന്നെയാണ്. ഇവരില്ലാത്ത കൊച്ചിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ഈ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ് ഇവിടെ നടക്കുമ്പോൾ എനിക്കൊരു വിഷമം, കൊച്ചിനെ കാണാനില്ലല്ലോ എന്ന്. അന്നേരം പിന്നെ ഒന്നുകൂടെ പോയി കുടിക്കും. ആ ഒരു സ്റ്റേജായിരുന്നു. അമ്മയും കുടിക്കുമായിരുന്നു അല്ലേ? അമ്മ കുറേ ദിവസമൊക്കെ കുടിക്കുമായിരുന്നു. ഈ ആരെങ്കിലും പരിചയക്കാരൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരെ കിട്ടി വെച്ച് നേരത്തെ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഓർമ്മ വെച്ചാൽ ഒരു ഗ്ലാസ് കള്ളാണെങ്കിലും മോളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കൊടുത്താൽ പുള്ളിക്കാർ കഴിക്കുക. അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഈ ചോദിക്കുന്ന കാര്യം, ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകാനായിട്ട് ചോദിക്കുന്നത്. അമ്മേനെ ആരൊക്കെയൊക്കെ ഫോൺ വിളിക്കുകയാണ്. ഇപ്പം ചിലപ്പം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചും പറക്കും തിരക്കിയൊക്കെ ഞങ്ങൾ പോയി നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായിട്ട് ഏതെങ്കിലും ആരെങ്കിലും വീട്ടിൽ വല്ല പണിക്കോ വല്ലതും കൊണ്ടാക്കിയാക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയെങ്കിലും ബിജു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഓർമ്മയിൽ അമ്മേനെ ആരെങ്കിലും ഫോൺ ഇപ്പം ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മ ഫോണിൽ വിളിച്ച് ഇവിടെ മംഗളത്താഴത്തിനടുത്തുള്ള ഒരു വെറ്റിലക്കാരനെ കാണാൻ അവസാനമായിട്ട് വരും. അവരാച്ചൻ സാറിൻ്റെ വെറ്റിലക്കാരൻ ഇയാൾക്ക് വരുന്ന വെറ്റിലൊക്കെയാണ് ഒരു പുള്ളിയാണ്. ആ പുള്ളിനെ കാണാൻ പോയതായിട്ട് എന്ന് പറഞ്ഞു. പൈസ എൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പൈസ ഞങ്ങൾ പോകണം. അപ്പോൾ അവിടെ പോയായിരുന്നു അന്ന്. അതാണ് ലാസ്റ്റായിട്ട് പോയത് വെറ്റിലക്കാരൻ്റെ അടുത്ത്. അന്ന് പോകുന്നു പറഞ്ഞായിരുന്നു. വെറ്റിലക്കാരൻ്റെ അടുത്ത് പോകുന്നു. അല്ല, വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസം പോയില്ല. എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതും വേണ്ടിയിട്ട് പോയതാണ്. വണ്ടിക്ക് പോയി പൈസ ഇല്ലാന്ന് പറഞ്ഞു. അമ്മേനെ കാണാതെ പോകുന്നതിൻ്റെ തലേദിവസമാണ് വെറ്റിലക്കാരനെ കാണാൻ പോയത്. തലേദിവസം 2 ദിവസം മുമ്പ്. വെറ്റിലക്കാരൻ താമസിക്കുന്ന സ്റ്റാൻഡിൻ്റെ പുറകിലല്ലേ? സ്റ്റാൻഡിൻ്റെ പുറകിലില്ല. അത് ഇവിടെ മംഗളതാഴത്തിന് പോകുന്നതിന് ഇച്ചിരി ഉള്ളായിട്ട് ഇവിടുന്ന് പൂക്കളത്തിന് നേരെ അങ്ങ് പോവുകയല്ലോ. മംഗളതാഴത്തിന് പോകുമ്പോൾ പുള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല. അവരാജ സാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച കാർമൽ സ്കൂൾ പഠിച്ചിട്ട് അവരാജ സാറിന് ആ സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇയാളുടെ വീട്. അപ്പോൾ അയാളുടെ മക്കളായിട്ട് എന്താ കല്യാണാലോചന നമ്മൾ ആലോചിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ പറയാൻ സംസാരിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഫോൺ റെക്കോർഡൊക്കെ വീഡിയോ ഒക്കെ വന്ന് എടുത്തായിരുന്നു എനിക്ക് തോന്നുന്നു. ആരുടെ വീഡിയോ? അല്ല, എൻ്റെ ചേട്ടനാണ് ബിനു പറഞ്ഞത്. ഇങ്ങനെ പോലീസുകാർക്ക് അങ്ങനെ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്, വീട്ടിലെക്കാരൻ്റെ വീട്ടിൽ പോയി അവർ സംസാരിച്ച വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ അമ്മയെ കാണാൻ 2 ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു. സ്വന്തം ചേട്ടൻ്റെ പേര് ബിനു എന്നല്ലേ? അതെ. ബിനു വരാറുണ്ടോ അവിടെ കാണാനായിട്ട്? ഇല്ലില്ല. അതിനാ വരുന്നില്ലാത്ത? സ്വന്തം അനിയനെ കാണാനായിട്ട് വരുന്നില്ലാത്തതിൻ്റെ കാരണം എന്നാ? ഒന്നാമത് ഞങ്ങൾ 2 കൂടി മക്കളാണ്. പുള്ളി ആദ്യത്തെ കുടിയിലുള്ളതാണ്. ഞാനും പിന്നെ എനിക്ക് പെങ്ങളുണ്ട്. 2 കുടിയിലാണല്ലോ ഒരു അമ്മയുടെ മക്കളല്ലേ? പക്ഷേ ആ പുള്ളിക്ക് അതിൻ്റെ ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കുണ്ടായിരുന്നു, ഞങ്ങൾക്കില്ലായിരുന്നു. പുള്ളി ഈ കഞ്ചാവൊക്കെ അടിക്കാൻ കഴിയുമ്പോൾ കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ആരെയിലൊക്കെ എളിയിനൊക്കെ എടുക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ആളായിരുന്നു. കഞ്ചാവിൻ്റെ കറുപ്പ് നമ്മൾ കാണിച്ചിരുന്നു. പുള്ളി ഇവിടെ ചേർത്തിട്ട് രാജാക്കാട് താമസിച്ചിരുന്നു. അവിടെ കഞ്ചാവിന് പണിക്ക് പോകുമായിരുന്നു. പുള്ളി ഈ കറുപ്പ് കയ്യിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ചെവി ഇട്ട് വെച്ച് അത് വീടിക്കത് വലിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ തുറന്നു പറയുമോ? ഈ സാംസൺ എന്ന് പറഞ്ഞ SI ബിജുവിനെ തല്ലിയിട്ടുണ്ടോ? ആ തല്ലോട് കൂടി എൻ്റെ ഇടപാട് തീർന്നു. മോഷണ കേസ് കിട്ടിയപ്പോൾ ഫ്രീ ആയിരുന്നു. മോഷണം ചെയ്തായിരുന്നു. എന്താ ചെയ്തേ? അവിടെ പമ്പിൽ നിന്ന് ഒരു മൊബൈൽ എടുത്തു. പിന്നെ എന്തോ പൈസ എടുത്തായിരുന്നോ? എടുത്താണ് എൻ്റെ ഓർമ്മ. കാരണം ഞാനവിടെ കിടക്കാൻ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഓർക്കുന്നുണ്ട്. ഇതൊരു ഓർമ്മയുണ്ട്. എന്നിട്ട് എന്നെ ചെയ്ത അവർ പോലീസുകാരെ പിടിച്ച് തൊണ്ടി മുതലൊക്കെ അവർക്ക് കിട്ടി തിരിച്ചു കൊടുത്തു. എന്നിട്ടും അടി കീട് കാര്യത്തിൽ അവർ കുറവൊന്നും വരത്തില്ല. അവർ അടി ഇട്ട് തളർന്ന് വീണിട്ട് അവർ പിടിച്ച് നിർത്തിച്ച് അടിയായിരുന്നു. ഒരു രാത്രിയും പകലും തല്ലി. എന്നാ തല്ലിയത്? പിടിച്ച് അന്ന് രാത്രി വെള്ളിയാഴ്ച തന്നെ
പിന്നെ ശനിയാഴ്ച രാത്രിയും വലിയ ഞായറാഴ്ച ഒരു വൈകുന്നേരം 5 മണിക്ക് മജിസ്ട്രേറ്റിന് പോയി ഹാജരാക്കി. 4 മണി വരെ തല്ലി. എത്ര മണി തൊട്ട്? ഈ തലേ ദിവസം വൈകിട്ട് തൊട്ട് പിറ്റേ ദിവസം 4 മണി വരെ തല്ലി. അന്ന് ഡേറ്റ് ഏതാ ഓർക്കുന്നുണ്ടോ? ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അമ്മ കാണാതെ പോകുന്ന അടുത്ത നാളുകളിലാണോ? ഇല്ല, അതൊക്കെ ഒത്തിരി കഴിഞ്ഞാൽ. അത് ഈ സംഭവം അത് കഴിഞ്ഞ പിന്നെ അന്നൊക്കെ അമ്മയുണ്ട്. അമ്മയാണ് എന്നെ ജാമ്യത്തിൽ ഇറക്കിയത്. അമ്മ ജാമ്യത്തിൽ ഇറക്കിയത്? ആവശ്യമായി പോയിരുന്നോ? അല്ല, അത് കഴിഞ്ഞപ്പോൾ 14 ദിവസത്തേക്ക് 19 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് 14 ദിവസം ഞാൻ സബ് ജയിലിൽ കിടന്നായിരുന്നു. അവിടെ വല്ലതും തല്ലിയോ? അവിടുന്ന് നടയടി കിട്ടി. നടയടി അവിടുന്ന് കിട്ടി. പിന്നെ കൂടെ കിടക്കുന്നവരുടെ കൂടെ നിന്ന് വേറെ അടി കിട്ടും. അവർ ഇടി അത് വേറെ കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെ 14 ദിവസം സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടണമല്ലോ. സ്റ്റേഷൻ അത് 10 ദിവസം ഒപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പൊങ്ങിയില്ല. ആ പുറകോട്ട് മറിച്ച് പോയി, തലയടിച്ച് വീണു. ഈ സാംസൺ തല്ലിയ പിന്നെയാണ് ഇതുപോലെ ആയത്? സാംസൺ ഞാൻ കുറ്റം പറഞ്ഞില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ അയാൾ തല്ലി. അയാളെ ജോലി ചെയ്തു. അതിപ്പോൾ ഞാനൊരു ആരെ കിട്ടിയാലും അവർ അത് ചെയ്യും. അല്ലാതല്ല, ഈ കാല് മേലാതെ ഈ ശരീരം ഈ അവസ്ഥയിലേക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആകാൻ കാരണം സാംസണാണോ? സാംസൺ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയാം. പോലീസുകാർ മൊത്തം ഞാൻ കുറ്റം പറയും. ഒരാൾ തൊണ്ട് മുതൽ കെട്ടി തിരിച്ചു കൊടുത്ത് പിന്നെ അയാളെ കോടതിക്ക് വിട്ടു കൊടുക്കുന്ന കോടതിയല്ലേ അയാളിനെ ശിക്ഷിക്കേണ്ടത്. അതിന് പകരം പോലീസുകാർ തലങ്ങളിൽ നിന്ന് തള്ളേണ്ട കാര്യമില്ലല്ലോ. തല്ലിയൊരു മര്യാദയില്ല. എത്ര പേര് തല്ലി? അത് ഇറ്റേച്ച് പൻപ് കൊണ്ട് ഉള്ളങ്കാലിൻ്റെ അടിച്ചു. 10-40 കല്ല് വരെ ഞാൻ എണ്ണി. അത് കഴിഞ്ഞ് തലയ്ക്ക് ബ്ലോക്കായിരുന്നു. വലിയ ബ്ലോക്കായിരുന്നു. നിലത്ത് ഇറ്റേച്ച് ഉള്ളങ്കാലിൻ്റെ അടിയായിരുന്നു. തിരിച്ചു കൊടുത്തിട്ട് മൊബൈല് സർവ്വ സാധനം തിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് അടിച്ചത്? അത് കഴിഞ്ഞ് തെളിവെടുപ്പിന് അവിടെ മറ്റു തൊഴിലുകൾ കൊണ്ടുവന്നു. സാധനമൊക്കെ മൊബൈൽ തിരിച്ച് വിറ്റ കടന്ന് തിരിച്ച് മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് തല്ലി. പിറ്റേ ദിവസം രാവിലെ വന്ന സാറന്മാരൊക്കെ അടിയോടടിയായിരുന്നു. അവനെ നിറയ്ക്കുകയാണ് കാണേണ്ടതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വനിതാ പോലീസുകാർ തലമുള്ളതാണ്. ആ സമയത്തിൻ്റെ പേരിൽ വേറെ വീട്ടിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ വിഷയം ഒരു ചേച്ചിയോട് കയറി വരുന്നൊരു കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കേസുകൾ വന്നുകൊണ്ട് ഇവർക്ക് തന്നെ കൈ കിട്ടുമെന്നില്ല. ഞാൻ വീട്ടിലും ചെല്ലുന്നില്ല, അവരുടെ സ്റ്റേഷനും ചെല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കലിപ്പ് കൂടുതലുണ്ടായിരുന്നു. പോലീസുകാർ അവരെ ജോലി ചെയ്തു. അവർ ഭംഗിയായി കഴിയുമ്പോൾ ഞാൻ ഈ പരുവത്തിലായി. ബിജുവിനെ അവരാ തല്ലിയ കാരണമാണെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ആയെന്ന് ബിജുവിന് തോന്നുന്നുണ്ടോ? തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷിക്കണില്ല. അവർ അധികാരികളാണല്ലോ, നിയമപാലകരാണല്ലോ. അപ്പോൾ അവർ എന്തായാലും ശിക്ഷിക്കും. അത് നമ്മൾ അംഗീകരിച്ചാലേ പറ്റുള്ളൂ. ബിജുവിനെക്കുറിച്ച് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബിജു ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന ഒരാളാന്ന് കേട്ടു. നടക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ആയത്. അന്നേരത്തിൽ പിന്നെ വീണ് കഴിയുമ്പോൾ അന്നേരം തന്നെ കഴിയും നടന്നു എഴുന്നേക്കാൻ നടന്നു. എവിടെ വീണത്? വീണില്ല, വീട്ടിൽ ഞാനില്ലായിരുന്നു. ഞാൻ പിന്നെ പോലീസുകാർ തല്ലി എത്ര ദിവസം കഴിയുമ്പോൾ വീണത്? 10 ദിവസം കഴിഞ്ഞപ്പോൾ 14 ദിവസം ജയിലിൽ കിടന്നു. എത്ര? 14 ദിവസം. 19 ദിവസം മാറ്റി 14 ദിവസം ജാമ്യം കിട്ടി ഉണ്ടായി കഴിയുമ്പോൾ. പിന്നെ 10 ദിവസം അതിന് ഒപ്പിട്ടു. അപ്പോൾ 14 മുതൽ 24 ദിവസം കഴിഞ്ഞപ്പോൾ വീണു. അതിന് മുമ്പ് കാലിൽ ഇങ്ങനെ ഈ സ്പോഞ്ച് തുടങ്ങുന്ന പോലെ മരപ്പാൻ പോയിട്ടു. അപ്പോൾ അമ്മ പറഞ്ഞ ആശുപത്രി പോകാൻ പറഞ്ഞാൽ ഞാൻ പോയില്ല. അമ്മ പൈസ തന്നിട്ട് ആ പൈസ കൊണ്ട് പോയി കുടിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കുടിക്കാൻ കാരണം എന്നാ? കുടിക്കാൻ വേദന, അടിയുടെ വേദന, തലയ്ക്കൊക്കെ മരപ്പാറുന്നത്. ഇവർ ഈ 2 സൈഡിൽ മുഴുവൻ ചില്ലറ അടിയൊന്നുമല്ല കിട്ടിയത്. എന്നാൽ കൊലപാതകം ചെയ്തിട്ട് വന്നവനെ അവർ മുള്ളി നോച്ചിട്ടില്ല. അപ്പോൾ ജയിലിൽ എൻ്റെ ഇവിടുന്ന് എലഞ്ഞിയിൽ ഒരു യൂണിയൻ പണിക്കാരനെ തല്ലി കൊന്ന 2 പ്രതികൾ. ഞാൻ എനിക്ക് മുമ്പ് പരിചയമുള്ള അവരെ. ഇവരവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് പറഞ്ഞു. ഇവർ പറഞ്ഞാൽ നിനക്ക് വഴി ഞങ്ങളെ ഉള്ളി നോച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വക്കീൽ കാശ് കൊണ്ട് അവിടെ ചെന്നായിരുന്നു. അപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യല്ല, പേടിയുണ്ട്. അത് പാതികൾ കൊണ്ടുപോയി വീട് പുറത്തിറങ്ങി പിന്നെ ഇമാർ ചിലപ്പോൾ കീറ് കൊടുത്തു വരും. മനസ്സിലായോ? അതാണ് ആൾ വില പുല്ല് വരാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള കിട്ടി. ഞാൻ ചെയ്ത് തെറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിത് കാണുന്നുള്ളൂ. ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാളെ ഇതുപോലെ അടിച്ച് തളർത്തി കളയാനുള്ള വകുപ്പ് പോലീസിനെ ആരാ പറഞ്ഞു കൊടുത്താക്കുന്നത്? അങ്ങനെ വകുപ്പുണ്ടോ? അങ്ങനെ വകുപ്പില്ല. പക്ഷേ ചെയ്യുന്നതിന് പരിധികളുണ്ട്. ഇത് ഏത് അന്യായമാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ നിൽക്കാൻ ആരും ജാമ്യം ഇത് വിളിച്ചു പറയാൻ പോയി മനുഷ്യനില്ലാത്തൊരവസ്ഥ. കാരണം മോഷണ കേസല്ലേ, ആരുമില്ല. ഇതെന്നാ ഇങ്ങനെ എടുക്കാനായിട്ട് തോന്നാൻ കാരണം എന്താ? മദ്യപാനം തന്നെ കാരണം. ചോറായിട്ട് മദ്യപിച്ചായിരുന്നു. മദ്യപിക്കാനായിട്ടാണ് ഇത് എടുത്തത്, മൊബൈൽ എടുത്തത്? മദ്യപിക്കാനായിട്ടാണ് കാര്യം. എൻ്റെ അന്നേരം അത്യാവശ്യം മദ്യം ഇരിപ്പുണ്ട്, പൈസ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അന്നേരം അങ്ങനെ ചെയ്യാൻ പറയണമെന്ന് ഞാനും മോശം ചെയ്തിട്ടുള്ള ശീലമൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് എടുത്തത്? ആദ്യമായിട്ടാണ് പിടിക്കപ്പെടുന്നത്? ആദ്യമായിട്ട് എടുത്തേ അന്ന് തന്നെ പിറ്റേ ദിവസം പിടിക്കപ്പെടുകയും ചെയ്തു. ഇവരെൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്
ചതിപ്പെടുത്തി പിടിക്കുകയായത്. അയാൾക്ക് അവൻ്റെ പേര് ബിജു. അപ്പോൾ അവനെ കൂടെ വിളിച്ചു. വിളിച്ചു പിന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചെറിയ പെയിൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വരുത്തിയതാണ്. എന്നുവെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിവറേജ് ഞാൻ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടത്തെ ആൾ പമ്പിൽ നടത്താം. പമ്പിൽ അവിടെ അവന്മാർ അടി തുടങ്ങി. അവരുടെ അടി ഒരു വിധം കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ തന്നെ. പോലീസുകാർ ജീവൊക്കെ ചെന്ന് നട്ടും ചെന്ന ഓർമ്മ പിന്നെ നല്ല തൊള്ളാതെ ഭയം കിട്ടിയിട്ടില്ല. അതുപോലെ അടിയായിരുന്നു. പിന്നെ ഈ വേദന എത്ര കാലം കഴിയുമ്പോൾ മാറിയേ? വേദന ഇപ്പോഴും ഉണ്ട്. വേദന ആയത് ഇപ്പം നടക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വേദനയുണ്ട്. ഇപ്പം എത്ര കൊല്ലമായി? ഇപ്പോൾ 9 കൊല്ലം കഴിഞ്ഞു. 9 കൊല്ലം. ഈ നവംബർ വരുമ്പോൾ 10 കൊല്ലം പൂർത്തിയാവും. തന്നെ നടക്കാൻ പറ്റുമോ? അത്യാവശ്യം ഫിറ്റുള്ളവരൊക്കെ പിടിച്ച് അങ്ങനെ പോകും. ഫിറ്റില്ലാത്തവർക്ക് ഇപ്പോൾ അമ്മയുടെ കയ്യിൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും മേത്ത് തോളത്ത് പിടിച്ചിറക്കാൻ പോകും. മരുന്നുണ്ടോ കഴിക്കാനായിട്ട്? മരുന്ന് ഇനി ഫിക്സ് ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാനുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ. അതുകൊണ്ട് പോലീസുകാർ എന്നൊക്കെ ചെയ്തതെന്ന് പറയാമോ? പോലീസുകാർ ഇടിക്കുകയൊന്നും ചെയ്യില്ല. അവന്മാർ മൂന്നത്തേക്കിട്ട് അടി തന്നെയാണ്. രണ്ട് കവിളിൽ കൂടുതൽ ഇവിടെ തന്നെ അടില്ല. അവസാനം ചെയ്ത് പഴുപ്പ് പുറത്തേക്ക് വരുമായിരുന്നു. പിന്നെ ഈ സൈഡ് വെച്ച് കിടക്കുമ്പോൾ തലവണയിലേക്ക് പഴുപ്പ് വീഴുക. ആ രീതിയിലുള്ള അടിയായിരുന്നു. വേറെ എന്നാ ചെയ്തേ? വേറെ രീതിയിലുള്ള അടി, കൊനമ്പിന് അടിയായിരുന്നു. ആ ഒരു 40 വരെ ഞാൻ എണ്ണി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളംകാലിൻ്റെ. പിന്നെ എന്നാ ചെയ്തേ? പിന്നെ അങ്ങനെ വേറെ തുണിയില്ലാണ്ട് അവർ വള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചെയ്യുന്ന പരിപാടിയാണല്ലോ. തുണി ധരിയല്ലെന്നുള്ള പിന്നെ മുഴുവൻ നിർത്തി. അമ്മ വന്നപ്പോഴും ഞാൻ മുഴുവൻ നിൽക്കണം. നമ്മുടെ മുമ്പിൽ മുഴുവൻ നിൽക്കണമെന്ന് ഇപ്പോൾ എൻ്റെ നമ്മുടെ ഭാഗത്ത് തെറ്റിയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അവരോട് ഒന്നുമില്ല. ഞാൻ പേപ്പർ കൊടുക്കാൻ പറ്റുമോ? പേപ്പർ കൊണ്ട് നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. താമസമാണ് കേസ് തെളിയിച്ചത്. അയാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും. പക്ഷേ അയാൾ കാരണം നശിച്ച എൻ്റെ ജീവിതമാണ്. അയാൾക്ക് എനിക്ക് ശിക്ഷിക്കുന്ന കോടതി തന്നെ ശിക്ഷിക്കായിരുന്നു. അയാൾക്ക് സാധാരണ 2-3 കല്ല് എന്ന് വെച്ച് ഇവർക്ക് അല്ലെങ്കിൽ ഞാൻ ഈ മുതലുകളൊന്നും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന സാധനം ഞാൻ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ ഇവർക്ക് എത്തിച്ചു കൊടുത്തു. ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഒരു ഐഡൻറ്റി കാർഡ്, അങ്ങനെ ഇവരുടെ കയ്യിൽ കുറേ സാധനങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ പേഴ്സ് സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ വണ്ടിക്കാരനെ ചോദിച്ചു കൊടുത്തു. ഞാൻ നേരിട്ട് കുമാരി ഇവരെ തല്ലി നിന്നു ഓർത്ത് ഈ ഷിബിൻ ഓട്ടോറിക്ഷക്കാരനാണ്. പുള്ളിയുടെ ഏകദേശം തിരിച്ചു കൊടുത്തു. അവരെ ഏൽപ്പിച്ചു സാധനം. പക്ഷെ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോൾ മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? മരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇപ്പം 10 ജലദോഷം കൂടെ കൂടിയുണ്ട്. ജലദോഷം അതിനോട് ഇന്നലെ ആശുപത്രി പോയിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ മരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ആദ്യ സമയം ഞാൻ വീടിന് മുമ്പ് തന്നെ ഭാര്യയൊക്കെ പോയായിരുന്നു. കുടി അലമ്പ് ഭാര്യ വിളിക്കുന്നുണ്ടോ, തിരക്കുന്നുണ്ടോ? ഫോൺ ഇവിടെയാണ്. നമുക്ക് മക്കളുടെ ഫോൺ കൊടുക്കുകയില്ല. അപ്പോൾ എനിക്ക് സ്വന്തം ഫോണായതുകൊണ്ട് ഒരു ചെറിയ താമസിക്കുന്ന ചെറിയ സെറ്റാണ്. അപ്പോൾ അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് അത്യാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ചാർജ് ചെയ്ത് തരും. ഭാര്യ വിളിക്കാറുണ്ടോ? ഇങ്ങോട്ട് വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ട് കൊച്ചിനെയൊക്കെ വിളിക്കാറുണ്ട്. കൊച്ചിന് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 17 വയസ്സ് കഴിഞ്ഞു. ഈ വരുന്ന ജനുവരി 15 ആകുമ്പം 18 വയസ്സാകും. ഈ ചെറുതാനും കടലിൽ നടക്കുമെന്ന് പറഞ്ഞത്. എന്താണേലും ഞങ്ങളവിടെ വന്നപ്പം കിടപ്പായിരുന്നെന്ന് അറിഞ്ഞത്. കിടപ്പായിരുന്നു. അമ്മയായിരുന്നു. ഞാൻ മല മൂന്നൊക്കെ അമ്മ കിടന്ന് അങ്ങനെ എടുക്കുമായിരുന്നു. എത്ര നാളെടുത്ത അമ്മ? അമ്മ ഒരു 2.5 കൊല്ലത്തോടെ എടുത്തു. ഈ പോലീസിൻ്റെ തലോട് കൂടിയല്ലേ ഈ അമ്മ എടുക്കേണ്ട വന്നത്? അത് തീർച്ചയാണ്. പക്ഷേ തെറ്റെൻ്റെ ഭാഗത്താണ്. അത് ഞാൻ പറയാം. അത് ഇവിടെ ഞാൻ പറയും. തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അവർ അധികാരികൾ നിയമപാലകരല്ല. അവർ ശിക്ഷിക്കാൻ വിടിയല്ലോ. എന്നാൽ ഈ അവസ്ഥയിൽ അവർ കൈത്തിരിപ്പ് തീർത്തതാണ്. അതുപോലെ അടിയായിരുന്നു. കൈത്തിരിപ്പ് തീർത്തതല്ലേ? കൈത്തിരിപ്പ് തീർത്താണ്. അവർ കൈത്തിരിപ്പ് തീർത്തപ്പോൾ ഞാൻ കിടപ്പായി. അത്രേ ഉള്ളൂ. ഈ കൈത്തിരിപ്പ് തീർത്ത് ഇച്ചിരി കൂടുതലായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് ഇപ്പോൾ അനുഭവത്തിൻ്റെ കാര്യമുണ്ടോ? അന്നേരം ഞാനും കൂടെ വർക്കുണ്ടായിരുന്നായിരുന്നു. തെറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ശിക്ഷ എനിക്ക് കിട്ടി. ആരോടും പരിഭവ പരാതിയില്ലല്ലേ? ഒരു പരിഭവം പരാതിയില്ല. അവരവരുടെ ജോലി ചെയ്തു. ഞാൻ തെറ്റ് ചെയ്തായിരിക്കും എനിക്ക് അവരോട് ഞാൻ മാറാം. തെറ്റിൽ ഞാൻ മാറണമായിരുന്നു. അയാളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തു. മറ്റുള്ളവരും അവരും കൂടെ കൂടി. പിന്നെ നല്ലത് വരുന്ന ബിജു ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം അയാൾ ഉത്തരവാദിത്തമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ലേ അയാൾ പിറ്റേ ദിവസം തന്നെ എന്നെ പിടിച്ചത്.
അനാസ്ഥ കാണിക്കുന്ന ഒരാളാണെങ്കിൽ ആ പോട്ടെ പോട്ടെന്ന് പറഞ്ഞാൽ കല്ല് വിടുമായിരുന്നു. എത്ര പോലീസുകാർ ബൈജുവിനെ ഉപദ്രവിച്ചു? അവരൊരു മൂന്നാല് പേര് കൂടി അതിലൊന്നും തല്ലിയത്, അത്രയും എനിക്കറിയാം. കാരണം പിറ്റേ ദിവസം രാവിലെ വരുന്നവർ എന്നെ തല്ലിന്ന് വീണ്ടും ഇറക്കി വെച്ച് തല്ലും, അവരുടെ പേരും തല്ല് തരും. പിന്നെ ഇരുത്തിച്ച് ഉള്ളംകാലിൻ്റെ അടിക്കും, പിന്നെ കയറ്റിയിടും. പിന്നെ അടുത്ത വേറെ ആരോട് കഴിയുമ്പോൾ അടുത്ത സാറ് വരും, അയാളുടെ വീതം കഴിഞ്ഞ് വെച്ച് പിന്നെ കയറ്റിയിടും. ഇത് തന്നെ കുറേ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ മരച്ച് പിന്നെ അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞ മോരോ സർജറി ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടി അടിയുക. നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലേ? പഠിക്കുമായിരുന്നു. എല്ലാത്തിനും A+ ആയിരുന്നോ? A+ ആയിരുന്നു. മാർക്കായിരുന്നു ഞങ്ങൾക്ക്, മാർക്കായിരുന്നു. അതെയോ? കണക്കിന് ഞാൻ ഫെയിലായിരുന്നു, മൊത്തം ഫെയിലിയർ. കണക്കാണ് അറിയാൻ പറ്റില്ല. ഞങ്ങളറിഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നൊക്കെ പഠിക്കുമായിരുന്നു. +2 വരെ പഠിച്ചോളൂ. പക്ഷേ സർട്ടിഫിക്കറ്റ് പോയായിരുന്നു. സർട്ടിഫിക്കറ്റ് എങ്ങനെ പോയേ? അത് ചേട്ടൻ്റെ പെണ്ണുങ്ങൾ കത്തിച്ച് വന്നാൽ. അതിൻ്റെ കാരണം? അത് ചേട്ടനും ചേർത്തിയമ്മ എൻ്റെ അമ്മയോടൊന്ന് വഴക്കുണ്ടാക്കി. അപ്പോൾ എന്നിട്ട് ഇവരെ തമ്മിൽ വഴക്കുണ്ടാക്കി അമ്മയ്ക്കിട്ട് പുള്ളിക്കാരി കല്ല് വെച്ചറിഞ്ഞു. അപ്പോൾ ചേട്ടൻ അവിടെ ഇല്ല. ഞാനത് ചോദ്യം ചെയ്തു. അതിനെ പിന്നെ ആയിരത്തിന് അല്ലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരെ മനസ്സിലായി വൈരാഗ്യം കിട്ടുന്നത് ഇവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് +2 10ാം ക്ലാസ്സിൽ +2 സർട്ടിഫിക്കറ്റ് കത്തിച്ചു. ഇപ്പോഴും ഞാൻ അവിടുന്ന് പോകുന്നത് പിന്നെ ഇപ്പം അമ്മനെ കാണാൻ കഴിഞ്ഞപ്പോൾ ഇവരാണ് നോക്കാൻ പോകുന്നത്, ചേട്ടനും. ചേട്ടൻ്റെ ഉദ്ദേശം എനിക്ക് അവിടുന്ന് കൊണ്ട് കിട്ടുന്ന പൈസ മേടിച്ച് ചേർത്തിയും ചികിത്സിക്കാനാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടുന്ന് ഇവിടുന്ന് പൂർണ്ണരാശിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതായത് പെങ്ങളുടെ വീട്ടിനോട് ആളത്ത് പോയി അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിൽ പോയിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ പഞ്ചായത്തിൽ പോയിരുന്നില്ല, പഞ്ചായത്തായിട്ട് കൊണ്ടുപോട്ടത്. ആണെങ്കിൽ ഇവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലായി, ഞങ്ങൾ കിടപ്പായിരിക്കുന്ന അവിടത്തുണ്ടായി ഞങ്ങളിരുന്നത്. അല്ലല്ല, ഇവിടെ വന്നപ്പോഴത്തേനും മിടുക്കനായിട്ട് പയ്യെങ്കിലും നടക്കാനായിട്ട് ഒരു സപ്പോർട്ടോടുകൂടി നടക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അവിടെ 2.5 വർഷക്കാലം കിടപ്പായിരുന്നല്ലേ? അവിടെ കിടപ്പായിരുന്നു. അത് ഇതൊക്കെ അന്ന് കിടന്ന് ദൈവത്തോട് ആദ്യം പറയാം. ദൈവത്തോട് നന്ദി പറയുക മാത്രമേ വഴിയുള്ളൂ. കാരണം ഈ ഒരു അല്ലേ സ്ഥിതിക്ക് നമ്മളിത്രയും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളല്ല പ്രതീക്ഷിച്ചത്. നടന്നു വരുന്ന ഒരാളായിട്ട് പയ്യാണേലും ഒരാൾ പിടിച്ചാണെന്ന് പയ്യ നടന്നു വരാമല്ലോ. അത് വരാം, അത് കുഴപ്പമില്ല. ഇവരാണല്ലേ ഈ ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത്, അങ്ങനെ പറയാമല്ലേ? ബിജുവേ എന്ന് ചോദിക്കട്ടെ, ഈ അമ്മേനെ വേറെ അടുത്ത് ഫോൺ വിളിച്ച് കൂട്ടായിട്ടുണ്ടായിരുന്ന ആരാ? സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ വന്നിട്ടുണ്ടോ? സെബാസ്റ്റ്യൻ പറഞ്ഞ ചേട്ടൻപുള്ളിയുടെ കൂട്ടുകാരനൊരു ആളാണ് പട്ടണത്തിലുണ്ട്. ചേട്ടനോ ആയിരിക്കും, അയാൾ കാലത്തിനപ്പുറത്താണ് വീടായത്. അപ്പോൾ അവൻ വീട്ടിൽ വരാറുണ്ട്, നേരത്തെ വരുമായിരുന്നു. പിന്നെ ഞാനുമായിട്ട് ചുടക്ക് കഴിഞ്ഞപ്പോൾ അങ്ങനെ വരാറില്ല. ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചു തന്ന ആളെ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം വീട്ടിൽ വന്ന്. ഞാൻ ബ്രോക്കർ പരിപാടിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പല ആൾക്കാരും വരുമല്ലോ. ഈ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരിക്കും ഓർത്ത് നോക്കിയേ. ഇത് ഇല്ല, എനിക്ക് അത് ഓർമ്മ കിട്ടണില്ല, കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വേറൊരു ഫോട്ടോ കാണിച്ചട്ടെ. ഇല്ല. എവിടെയെങ്കിലും അമ്മയായിട്ട് വല്ലതും വർത്തമാനം പറഞ്ഞ് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. അമ്മ അങ്ങനെ വർത്തമാനം പറഞ്ഞു, അമ്മ ശാന്തി എന്ന് വർത്തമാനം പറഞ്ഞു. അമ്മ കാണാതെ പോകുന്നതിന് ഒരു 2.5 വർഷം മുമ്പ് വരെ ഞാൻ ശാന്തിലേക്ക് ചെല്ലാം, അമ്മയുടെ ഒപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുക. ഞങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. അമ്മയുടെ കൂടെ കൂട്ടുകൂടി? അമ്മയുടെ കൂടെ കൂട്ടുകൂടായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് എവിടുന്ന് വെള്ളം കുടിക്കുന്നത്? ഞാൻ വീട് മേടിക്കും. അമ്മ പൈസ തരുമായിരുന്നോ? എൻ്റെ പൈസയിൽ ഞാൻ അമ്മയുടെ മേടിക്കും, അല്ലെ അമ്മയുടെ കൂട്ടുകാരെങ്കിലും ചെയ്ത് അവരുടെ മേടിക്കും. അത്ര കൂട്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ കൂട്ടായിരുന്നു, വഴക്കൊന്നും ഇല്ലായിരുന്നു. ഈ അന്ന് ഈ ആൾ വല്ലതും വന്ന് കണ്ടിട്ടുണ്ടോ? വേറൊരു ഫോട്ടോ കാണിച്ചു തരാം, ഓർക്കുന്നുണ്ടോ? ആദ്യം കാണിച്ച ആളുടെ ഇത് തന്നെ? അതെ. ആണോ? അതെ. ഇല്ല, കണ്ടിട്ടില്ല. ഇനിയിപ്പം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെ പോലെ ഈ ബ്ലോക്ക് വന്നതോടുകൂടി എൻ്റെ കുറേ ഓർമ്മയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതെയോ? അതും പറയാം. ചേട്ടൻ തൊട്ടിക്കടിച്ചാൽ? പുള്ളി ആദ്യം തൻ്റെ കയ്യിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കുടി കഴിഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു. അല്ല, സർട്ടിഫിക്കറ്റിൻ്റെ അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞാൽ. ഇത് ഞാൻ വീടിന് ഈ കേസൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പാണ്. ഞാൻ മദ്യം കുടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി തെറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തുണി നോക്കി കാണിച്ചു. അതാണ് സംഭവം. അപ്പോൾ ആ കലിപ്പിനാണ് ഒരു അലുമിനിയത്തിൻ്റെ തൊട്ടിയായിരുന്നു. അതുകൊണ്ട് കുറച്ചിൻ്റെ ഒരു 5-8 വഴി വന്നു. അതല്ലേ?
ഇടവേക്കിട്ട് അവിടെ തന്നെ വന്നത്. അന്ന് മേലാതെ വന്ന സമയത്താണോ? അല്ല, അന്ന് ഞാൻ ആരോഗ്യം നടക്കുന്ന സമയത്ത്. അതെയോ? അത് കഴിഞ്ഞിട്ടാണ് ഈ പോലീസ് പിടിച്ചത്? അത് കഴിഞ്ഞാണ് കേസുണ്ടാവുന്നത്, പോലീസുകാർ പിടിക്കുന്നത്. അതല്ലേ? കാര്യമൊന്നുമല്ല, സംഭവം മദ്യപാനവും ഇവരെ തല്ലുന്നത് ആയി കഴിഞ്ഞപ്പോഴാണ് വീണത്. അതല്ലേ? അതെ അതെ. ഇയാളെ ഓർക്കുന്നുണ്ടോ? ഇത് ഓർക്കുന്നുണ്ടോ? ഇത് സ്റ്റാൻഡ് വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്റ്റാൻഡ് സ്ഥിരം ഉണ്ടായിരുന്ന അതാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം ആൾക്കാരുടെ മുഖമൊക്കെ ഓർക്കുന്നുണ്ടോ? പഴയ കണ്ട ആ മുഖങ്ങളൊക്കെ അവിടെ കടയൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് കണ്ടാൽ പരിചയമുണ്ട്. ഇന്നാൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ ആ തുണിക്കട നടത്തുന്ന തയ്യൽക്കട നടത്തുന്ന ദർശൻ ടൈലേഴ്സുകാരില്ലേ, അവരോട് വന്നായിരുന്നു വിസിറ്റ്. എന്നെ കാണാനല്ല, ഒരു വിസിറ്റേഴ്സായിട്ട് ഇവിടെ ചേട്ടൻ ചേച്ചി വന്നായിരുന്നു. അവരെയൊക്കെ മനസ്സിലായി. ഇത് ഈ സ്ത്രീ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇത് ഈ ആള് വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇത് ഇല്ല. അമ്മയുടെ കൂടെ കൂട്ടായിട്ട്? ഇല്ല. റോസമ്മ എന്ന് പറഞ്ഞ ആൾ വിളിക്കാറുണ്ടായിരുന്നു അമ്മേനെ? ഇല്ല, ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലല്ലേ? റോസമ്മ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച് കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. ഈ കൂടുതലും പിന്നെ ഒരു കുഞ്ഞേപ്പെന്ന് പറഞ്ഞൊരു പുള്ളി അവിടെ ശാലുള്ള അമ്മയായിട്ട് കൂട്ടൊക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ട്. കുഞ്ഞേപ്പ് അത് പൊക്കം പറഞ്ഞ ആളാണ്. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വീട് എവിടെയാ? വീട് എവിടെ എനിക്കറിയാൻ പറ്റില്ല. ഈ തൊട്ടൂർ സൈഡിലും കണ്ടാൽ പോകും, എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാ ബ്രോക്കറായിരുന്നോ? ബ്രോക്കറാണ്. പിന്നെ ഈ പെരുവേലിലൊരു ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പം അമ്മയ്ക്ക് പൈസ കൊടുക്കുമായിരുന്നു പറയാറുണ്ട്. പേരെന്നറിയോ? പേരറിയത്തില്ല. പെരുവേലുള്ള മോൾ പാലാക്കി പോകണം കഴിയുക. ഇവിടെ അമനരകിപ്പുറം പെരുവ മംഗൾത്താഴം കഴിഞ്ഞ്. അല്ല, തലയോലപ്പറമ്പ് പെരുവ അവിടെ അല്ല, അപ്പുറം അമനാരിക്ക് മംഗൾത്താഴത്ത് നിന്നിട്ട് അമനാരിക്ക് പോയല്ലേ. അപ്പോൾ ഒരു പെരുങ്കുറ്റി പെരുവ അപ്പുറം പെരുങ്കുറ്റി. അത് പേര് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല, പ്രായമായ ആളാണെന്ന് പറയാറുണ്ട്. ഈ കൈക്ക് ഇതിപ്പോൾ ഇല്ല, ഇതിന് കൈക്കും കാലിനും വിലയില്ല. കാലുകൊണ്ട് അത്യാവശ്യം നടക്കാന്നുള്ള ഫിസിയോതെറാപ്പി വല്ലതും ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാലിനും മരവിപ്പുണ്ട്? ഇപ്പോഴും മരവിപ്പുണ്ട്, എന്നാലും വെല്ലക്കാണെങ്കിൽ തെറാപ്പി ചെയ്ത് വെല്ലൊക്കെ അനങ്ങുന്നുണ്ട്. വെള്ളം അനങ്ങുന്നുണ്ടല്ലേ? ഇപ്പം ആണെങ്കിൽ കിടന്നാഴ്ച ഇങ്ങനെ തെറാപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ അനക്കുമ്പോൾ പയ്യെ അനങ്ങുന്നു. ആ സ്റ്റൈലിൽ. അതല്ലേ? അത് പിന്നെ സാംസനെ കണ്ടോ? ഇല്ല, സാംസൺ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിപ്പം കേസ് അന്വേഷിക്കാനായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ എനിക്ക് കുട്ടിയുടെ അറിയത്തില്ല, വീട്ടിൽ വന്നായിരുന്നു തോന്നുന്നു. ഞാൻ വീണ് കിടന്ന സമയത്ത് അമ്മേനെ കാണാൻ പോയപ്പം കേസ് അന്വേഷിക്കാനായിട്ട് അവർ രണ്ടും പോലീസുകാരോട് വന്നായിരുന്നു. ഈ അവസ്ഥ പുള്ളി കണ്ടോ? പുള്ളി കണ്ടാച്ചാ പോയെ. വീട്ടിൽ കയറി വന്ന് കണ്ടോ? കണ്ടാച്ചാ പോയെ. പുള്ളിയാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഇതാഗതി അങ്ങനെ ആയതുകൊണ്ടാണോ ഇനി വേറെ ആരെങ്കിലും ആണെന്ന് എനിക്കറിയത്തില്ല. മിണ്ടി വന്നിട്ട് ചെറിയ രീതിയിലൊക്കെ മിണ്ടിയെന്ന് തോന്നുന്നു. എന്നെ ചോദിച്ചാ? അത് എന്നോടല്ല, ചേട്ടനോട് സംസാരിച്ചു. ഞാൻ കിടക്കുവാറും ഏറ്റിരിക്കാൻ പറ്റിയില്ലായിരുന്നു അന്ന്. ഈ കയറ് പിടിച്ചാൽ പെടുത്തുന്നതിന് ഫാൻ കുക്കയിൽ കയറ് കെട്ടി വെച്ച് അതേ പിടിച്ച് എഴുന്നേറ്റ് എത്തോണ്ടിരുന്നു. അമ്മ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ വല്ലതും ദൂരേക്ക് വല്ലതും വീട്ടിൽ നിന്ന് ദൂരേക്ക് പോകില്ലായിരുന്നു. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ആ ഒരു ലൊക്കാലിറ്റി കിടന്ന ഉള്ളു കളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്യാണം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ പോകുള്ളൂ. അത് ഇവർ ഒരാൾ തന്നെയല്ലേ, 1, 2, 3 പേരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രധാന കുഴപ്പമെന്ന് പറഞ്ഞാൽ മദ്യം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ 3 പേര് ആരൊക്കെയാണെന്ന് അറിയാവോ? ഏതാ അമ്മയുടെ അവിടെ കൂട്ടുണ്ടായിരുന്നേ? അങ്ങനെയല്ല, ഒരു കല്യാണത്തിന് ഒരാളല്ല. ഒരു ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരാളുണ്ടാവും, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ 2 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ 10,000 രൂപ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് 3 പേര് 3,000 വെച്ച് അങ്ങനെ വീതിച്ചെടുക്കുക. സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് പൈസ വല്ലതും കൊടുത്തായിരുന്നോ? പൈസ അല്ല, വക്കീലിന് കൊടുത്തു. വക്കീലിന് ഫീസ് കൊടുത്തു. അല്ലാതെ പിന്നെ നിങ്ങൾക്ക് വക്കീലിന് 3,500 രൂപ ജാമ്യത്തിന് കൊടുത്തത്. വേറെ പൈസ കൊടുത്തു. പൈസ ഇല്ല, കൊടുക്കാൻ പൈസ ഇല്ല. വില കൊടുക്കുന്നു.
എനിക്ക് തോന്നുന്നത് ആരും എന്തെങ്കിലും ഒരു ചതിക്കുഴിയിൽ പ്രത്യേകമായിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തെങ്കിലും കെണിപ്പെടുത്തിയാവുന്നത്. കാരണം അല്ലെങ്കിൽ എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ വീട്ടിൽ വരുന്ന ആളാണ്. ചിലപ്പോൾ അമ്മയുടെ വിധിയായിരിക്കും. എന്തായാലും ഉണ്ടാവാം. അപ്പം ഈ വൈഫ് അമ്മേനെ കാണാതെ പോയ പിന്നെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? അമ്മേനെ കാണാതെ പോയ പിന്നെ വൈഫിനെ കണ്ടിട്ടില്ല. കൊച്ചിനെ കണ്ടിട്ടില്ല? കൊച്ചിനെ കണ്ടിട്ടില്ല. ഇന്നെ ആശുപത്രിക്കൂടെ ഒരേ ആശുപത്രിക്കൂടെ ആയിരുന്നു ചികിത്സയായിട്ട്. ചികിത്സയായിട്ട് കാരിക്കോടാണ് പിന്നെ കൊണ്ടുപോയത്. പിന്നെ തൃപ്പൂണിത്തുറയ്ക്ക് പോയി. അവിടുന്ന് ഇവിടുത്തെ പദ്ധതി തീർന്നപ്പോൾ അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയത്. ചേട്ടൻപുള്ളിയുടെ സ്വഭാവത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോൾ വന്നത്. വീട്ടിൽ ആശുപത്രി ഇറങ്ങിപ്പോകും. അതിനെ ഇവിടുത്തെ പദ്ധതി കാരിക്കോട് ചികിത്സ 40 ദിവസം ചികിത്സ 20 ദിവസം പദ്ധതി ഉണ്ട്. ആ പദ്ധതി തീരാൻ പുള്ളിക്കാരൻ അവിടെ കൊണ്ട് വീണ്ടും ചികിത്സ ചെയ്യാൻ നോക്കി. അപ്പോൾ ആൾക്കാർ അറിയാവുന്നവർ പറഞ്ഞു അങ്ങനെ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി മരുന്ന് ശരീരത്തിൽ കിടക്കുമ്പോൾ വേറെ മരുന്ന് വീണ്ടും കയറ്റി കഴിഞ്ഞാൽ മരുന്ന് ശരീരം തളർന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പേടിച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അവിടെ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങിപ്പോയത്. SLCക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? SLCക്ക് 398. എത്രയാ? 398. പഠിക്കാൻ എടുക്കണമായിരുന്നല്ലേ? പറഞ്ഞ കാര്യമില്ല. സർട്ടിഫിക്കറ്റ് അത് സർട്ടിഫിക്കറ്റും പോയി. അതൊക്കെ അവരെ ചേട്ടൻ്റെ ഭാര്യ എത്തിച്ചു കളഞ്ഞു. അതെന്താ കത്തിച്ച് കളയാൻ കാരണം എന്നാ? ആരെയും പറഞ്ഞിട്ട് കത്തിച്ച് കളഞ്ഞാണോ? അത് അവിടെ ഞാൻ ആശുപത്രിയിൽ ഇറങ്ങി പോകുമ്പോൾ ഇവർ അതിൻ്റെ രേഖകൾ മുഴുവൻ അവിടെയായിരുന്നു. ഈ വീരാ കാർഡും ID കാർഡും റേഷൻ കാർഡ് ഉൾപ്പെടെ സർവ്വകാല വരെയായിരുന്നു. എന്നുവെച്ചാൽ അവിടുന്ന് ഞാൻ മെമ്പറെ കൊണ്ട് പിന്നെ വിളിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു അവരെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ മടിയും കുത്തിന്ന് വിളിച്ച് ഇറങ്ങി പോകുന്നത് അവിടെ. അതായത് കഴിവുള്ള ഒരാളാന്ന് ഉള്ള ആ ഒരു തെളിവായിരുന്നു ആ SLCയുടെ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞത് നമ്മുടെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ടും അല്ലെങ്കിൽ ജോലിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു വലിയൊരു ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ അത് വിധിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്. വിധിയും ഭാഗ്യമൊക്കെ വേണ്ടേ? ഞാൻ കയ്യെ പിടിക്കട്ടെ? വാ നമ്മൾ നടക്കാം. വാ. അങ്ങനെ വിളിച്ചാൽ ഞാൻ നടക്കില്ല. ഞാൻ ചേട്ടൻ്റെ കയ്യിൽ പിടിക്കാം. ചേട്ടനെ വിളിക്കാം, സാറിനെ വിളിക്കാം. എന്ത് വിളിക്കാം? പേരെന്നാണ് ചോദിച്ചത്? എൻ്റെ പേര് സിജോ മാത്യു. സിജോ മാത്യു. ആ. അങ്ങനെ പിടിക്കണേ അല്ലേ? നേരത്തെ ഇതിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ടോ? ഒന്നിന് പുറകെ ഒന്നായിട്ട്? അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. കാരണം കാലിലേക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നേ പിന്നെ. ഇതിലാണോ വന്നേ? ആ. പക്ഷേ കയ്യിലേക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കയ്യിലേക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. കൈക്ക് അത് തന്നെ അതേ തരത്തിൽ തന്നെ. അതല്ലേ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. അതെയോ? കാപ്പിയും കുടിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടിയപ്പോൾ എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടോ? ഒരാൾ കണ്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കാണാൻ വരാം കേട്ടോ. ഇന്നാലും മാത്രമല്ല, ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം ഞങ്ങൾ കേട്ടോ. ആദ്യമായിട്ട് കാണുമ്പോഴാണ് കുറച്ച് ഒരു പരിചയമില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്ന് മിണ്ടി വർത്താനം പറയുമ്പോൾ എന്താ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ ഇനി ഞങ്ങൾ വരാം കാണാനായിട്ട്. വരും മിണ്ടോ ഞങ്ങളോട് ഇനി? അതിന് തീർച്ചയായും. സിജി. ഇത് സിജോ മാത്യു. ആ, ചേർച്ചുള്ള പേരാണ്. അതെ, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ചാനലാണ്, ന്യൂസ് ചാനലാണ്, ഡിക്റ്റ് ന്യൂസ് കേരള, ഹാർഡ് ഫാർമർ ന്യൂസ്. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പ്രാർത്ഥിക്കും. അതെ അല്ലേ? ദൈവത്തെ മുറുക്കെ പിടിച്ചാക്കുവാണോ? ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. ഇനി വരുമ്പോഴത്തേനും ഇതിലും നല്ല ഊർജ്ജസ്വലനായിട്ട് കാലിനും കൈക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായി കേട്ടോ. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ സിജി? എന്താണ് മാറ്റങ്ങൾ? സെക്കൻഡുകൾ മതി മാറ്റങ്ങൾ വരാനായിട്ട്. നമുക്ക് പിരിഞ്ഞാലോ എന്നാ?